മലങ്കരയുടെ പരിശുദ്ധ പുണ്യപിതാവേ, മലങ്കര മക്കൾ തൻ കാവൽ പിതാവേ, പട്ടത്ത് പള്ളി കൊള്ളും പുണ്യവാനേ, അണയുന്നു ഞങ്ങൾ നിൻ തിരുസവിധേ. മാർ ഇവാനിയോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 20-ാം നൂറ്റാണ്ട് കണ്ട ഒരു ഇതിഹാസ പ്രവാചകനായ മാർ ഇവാനിയോസ് പിതാവിന്റെ 69-ാം ഓർമ്മ പെരുന്നാൾ ആചരിക്കുകയാണ്. മലങ്കര സഭയ്ക്ക് ദൈവം കനിഞ്ഞു നൽകിയ സമ്മാനം. ആ പിതാവിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. മാവേലിക്കരയിലുള്ള സുപ്രസിദ്ധവും അതിപുരാതനവുമായ പണിക്കർ കുടുംബത്തിൽ തോമസ് പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും മകനായി 1882 സെപ്റ്റംബർ 21-ാം തീയതി പിതാവ് ജനിച്ചു. മാതൃകുടുംബത്തിൽ ആൺകുഞ്ഞുങ്ങളില്ലാതിരുന്നതിനാൽ ഒരു ആൺകുഞ്ഞിനു വേണ്ടി അന്നമ്മ പണിക്കർ നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ബാല്യകാലം മുതൽ പിതാവ് ദൈവാശ്രയത്തിലും പ്രാർത്ഥനയിലും അതീവ താല്പര്യം കാണിച്ചിരുന്നു. അതുകൂടാതെ പഠനകാര്യത്തിലും മുൻപന്തിയിലായിരുന്നു. സഭയിലെ ആദ്യത്തെ ബിരുദധാരിയായ പിതാവിനെ MA അച്ഛൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സത്യത്തെക്കുറിച്ചും യാഥാർത്ഥ്യത്തെക്കുറിച്ചും ബോധ്യം നൽകിയ വ്യക്തി കൂടിയാണ് പിതാവ്. ഇംഗ്ലീഷ്, മലയാളം, സുറിയാനി എന്നീ ഭാഷകളിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. നിശ്ചയദാർഢ്യവും അചഞ്ചല ധൈര്യവും ആരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. കൽക്കത്തയിലുള്ള സൊറാപ്പൂർ കോളേജ് പ്രൊഫസറായ പോയ പിതാവ് അവിടെ വെച്ചു ഇന്ത്യൻ സുവിശേഷവൽക്കര ദൗത്യം നിർവഹിക്കുന്നതിന് മിഷണറിമാരുടെ ഒരു ക്രമം ആരംഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. പിതാവിന്റെ ഓരോ കാര്യത്തിനെ പറ്റിയും ദീർഘവീക്ഷണം വലുതായിരുന്നു. കൽക്കത്തയിൽ നിന്ന് മടങ്ങിയെത്തിയ പിതാവ് ആശ്രമം സ്ഥാപിക്കുവാനായി ഒരു സ്ഥലം അന്വേഷിക്കുകയും അങ്ങനെ റാന്നി പെരിനാട് മുണ്ടൻമലയിൽ ഒരു സ്ഥലം മേടിക്കുകയും അവിടെ ഒരു ആശ്രമം പണിയുകയും ചെയ്തു. ആ ആശ്രമത്തിന് പേരിടുവാനായി ബൈബിളിൽ പേര് തിരയുകയും ബദനി എന്ന വാക്ക് ലഭിക്കുകയും ആ ആശ്രമത്തിന് ബദനി എന്ന് പേരിടുകയും ചെയ്തു. കാലക്രമേണ ബദനി ആശ്രമം തീർത്ഥാടനത്തിന്റെയും ആത്മീയ അനുഭവത്തിന്റെയും സ്ഥലമായി മാറി. 1925 സിസ്റ്റേഴ്സിനു വേണ്ടി ബദനി മഠവും സ്ഥാപിച്ചു. 1920 സെപ്റ്റംബർ 20-ാം തീയതി പിതാവും പിതാവിന്റെ അനുയായികളും ചേർന്ന് കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെടുകയും കത്തോലിക്ക സഭയുമായി ചേർന്ന് റോമൻ കത്തോലിക്ക സഭകളുടെ റീത്ത് സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ആചാര പ്രസ്ഥാനം ഇന്ത്യയിൽ സ്ഥാപിച്ചു. അങ്ങനെ സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മെത്രാപ്പോലിത്ത ആർച്ച് ബിഷപ്പായി പിതാവ് മാറി. അതുകൂടാതെ പിതാവിന്റെ മനസ്സിൽ കത്തോലിക്ക സഭ പുനരയിക്കം എന്ന ആശയം ഉണ്ടാകുവാൻ ഇടയായത് സ്വന്തം മാതാവിൽ നിന്നാണ്, അതും ബാല്യകാലത്ത്. ഭാരതത്തിന്റെ നവോത്ഥാനത്തിൽ തനതായ പങ്കു വഹിച്ച വ്യക്തി കൂടിയാണ് പിതാവ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ സമുദായ ഉന്നമനം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ എന്ന് തിരിച്ചറിഞ്ഞു പിതാവ്. സമൂഹത്തെ ബാധിച്ചിരുന്ന അന്ധകാര ശക്തികൾക്കെതിരായി പോരാടുവാൻ പിതാവ് അവലംബിച്ച ആദ്യത്തെ മാർഗം വിദ്യാഭ്യാസമായിരുന്നു. വിദ്യാഭ്യാസത്തോടു കൂടെയുള്ള നവോത്ഥാനം എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അത് പിതാവ് നമുക്ക് തന്ന ഒരു കൈമുതലാണ്. അതുപോലെ തന്നെ നിരവധി അമൂല്യ ഗ്രന്ഥങ്ങളുടെയും ലേഖനങ്ങളുടെയും രചയിതാവ് കൂടിയാണ് നമ്മുടെ പിതാവ്. ഗിരിദീപം, സന്യാസ ജീവിത സഹായി, വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം, വിശുദ്ധ കുമ്പസാരം ഒരു ധ്യാന പഠനം, ക്രിസ്തീയ സ്വഭാവത്സരം എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് പിതാവ്. തന്റെ ജീവിതത്തിലെ കഠിനമായ ഷെഡ്യൂൾ കാരണം 1952 പിതാവ് രോഗബാധിതനായി. തന്റെ ഭൗമിക ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ നിർമ്മാണം അപ്പോഴേക്കും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിതാവ് തനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അന്ത്യവിശ്രമ സ്ഥലം സന്ദർശിക്കുകയും ഇതാണ് എന്റെ അവസാനത്തെ ഭൗമിക വാസസ്ഥലം എന്ന് ഉച്ചരിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള അനേകം വ്യക്തിത്വങ്ങൾ രോഗക്കിടക്കയിൽ പിതാവിനെ സന്ദർശിച്ചു. 1953
ജൂലൈ 15-ാം തീയതി പിതാവ് തന്റെ ആത്മാവിനെ സ്വർഗീയ പിതാവിന് സമർപ്പിച്ചു. പിതാവിനെ ദൈവദാസനായി 2007 ജൂലൈ 14-ന് വിശുദ്ധ പദവിയിലേക്കുള്ള ആദ്യപടിയായി പ്രഖ്യാപിച്ചു. മാർ മാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൂടാതെ പിതാവിന്റെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബങ്ങളിലും ഇടവകളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.